ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ള നടൻ എന്ന് പറയുന്നത് നമ്മുടെ ജാക്വിൻ ഫിനിക്സ് ആയിരിക്കും. കാരണം നമ്മുടെ ബാറ്റ്മാനിൽ ജോക്കറിനെ അവതരിപ്പിച്ച ഹീത്ത് ലെഡ്ജർ മരിച്ച് ഓസ്കാർക്ക് കിട്ടി. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ആൾക്കാർ വാഴ്ത്തിയതിന് ശേഷം സെയിം റോള് പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ജാക്കിൻ ഫിനിക്സിൻ്റെ കേസിൽ ഒരു കാര്യം സ്പഷ്ടമായിരുന്നു. പുള്ളി എന്തായാലും നമ്മുടെ ഹീത്ത് ചെയ്ത ജോക്കറിനെ കോപ്പി അടിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ആർതർ എന്ന് പറയുന്ന ജോക്കർ ക്യാരക്ടർ നമ്മുടെ ബാറ്റ്മാൻ അല്ലെങ്കിൽ ഗോഥം നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ ഹീത്ത് ലെഡ്ജറുടെ ജോക്കർ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് മാഡ്മാൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ബ്രോക്കൺ മാൻ ആയിട്ടാണ് ജാക്കിൻ ജോക്കറെ പോർട്രേ ചെയ്തത്. അതിനുവേണ്ടി പുള്ളി ഏകദേശം 50ഓളം പൗണ്ട് വെയിറ്റ് ലൂസ് ചെയ്യേണ്ടായി. പുള്ളി ഡെയിലി ഒരാപ്പിളും കുറച്ച് ലെറ്റ്യൂസും വെജിറ്റബിൾസും മാത്രമാണ് കഴിച്ചിരുന്നത്. അങ്ങനെയാണ് വെയിറ്റ് ലോസ്. അതിനുശേഷം പുള്ളി ഒരുപാട് ഈ മെൻ്റലി ഡിസോർഡേഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി പഠിച്ചു. പുള്ളി സ്വയം പ്രാക്ടീസ് ചെയ്തു. ഈവൻ ചില ഇൻ്റർവ്യൂസിൽ പുള്ളി പറയുന്നത് എന്താണ്, പുള്ളി പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ തുടങ്ങി ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ചലഞ്ച് വളരെ കൂടുതലായിരുന്നു. കാരണം സൊസൈറ്റി അബാൻഡൻ ചെയ്ത, ചൈൽഡ്ഹുഡ് ട്രോമ നേരിടേണ്ടി വന്ന ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ജോക്കറെയാണ് ജാക്കിലിന് പോർട്രേ ചെയ്യേണ്ടി വന്നത്. ആൻഡ് ആ ഫിലിം പുറത്തു വന്നപ്പോഴുള്ള റിസൾട്ട് നമ്മളെല്ലാവരും കണ്ടു. ദിസ് വാസ് ദി ഫസ്റ്റ് R-rated മൂവി ടു ക്രോസ് $1 billion റവന്യൂ വേൾഡ് വൈഡ്. അതുകൂടാതെ 11 ഓസ്കാർ നോമിനേഷൻസ്, അതിൽ തന്നെ ജാക്ലിൻ ഫിനിക്സിന് ബെസ്റ്റ് ആക്ടർക്കുള്ള ഓസ്കാർ കിട്ടുകയും ചെയ്തു. ഹീത്ത് ലെഡ്ജർ ഗേവ് us chaos. Jacqueline Phoenix gave us humanity. Two legends, two masterpieces, one iconic character, the Joker.